പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ടെലിവിഷൻ വരുന്നതിന് മുമ്പുള്ള കാലത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു റേഡിയോയ്ക്ക് ചുറ്റും ഒരു ഗ്രാമവും പിന്നീട് ഒരു വീടും പിന്നീട് നമ്മൾ വ്യക്തിപരമായും ഒക്കെ വാർത്താ സംപ്രേഷണങ്ങളും പാട്ടുകളും കേൾക്കാൻ കാത്തിരുന്ന ദിനം. ഇന്ന് റേഡിയോ ദിനമാണ്, ലോക റേഡിയോ ദിനം. 100 വർഷത്തെ ചരിത്രമുള്ള റേഡിയോ ഇന്നും വലിയ ബഹുജന മാധ്യമമായി തുടരുകയാണ്. 1923 ഇന്ത്യയിൽ ആദ്യമായി ശബ്ദിച്ചു തുടങ്ങിയ റേഡിയോ നമുക്കിന്ന് ആകാശവാണിയാണ്. ജീവിതത്തിലുടനീളം എല്ലാ മേഖലകളിലും സ്വാധീനം ചെലുത്തിയ ആകാശവാണിക്ക് ഇന്ന് പ്രേക്ഷകർ കുറവാണെങ്കിലും ഗൃഹാതുരത്വത്തിൻ്റെ മനോഹരമായ ഓർമ്മയായി റേഡിയോ നമ്മുടെ മനസ്സിലുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് സുബൈർ ഫൈസി പകർത്തിയ ആ ദൃശ്യങ്ങളിൽ. ആകാശവാണി. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്. പുറംകടലിൽ മത്സ്യബന്ധനം നടത്തുന്ന തൊഴിലാളികൾ എത്രയും വേഗം തീരത്തേക്ക് മടങ്ങേണ്ടതാണ്. സംസ്ഥാനത്ത് കനത്ത കാറ്റിലും മഴയിലും ട്രെയിൻ ഗതാഗതവും തടസ്സപ്പെട്ടു. പാതയിൽ മണ്ണിടിഞ്ഞ് വീണതിനെ തുടർന്ന് ഷൊർണൂരിനും മംഗലാപുരത്തിനുമിടയിൽ ട്രെയിൻ സർവീസുകൾ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ നിർത്തിവെച്ചതായി ദക്ഷിണ റെയിൽവേ അറിയിച്ചു. ആകാശവാണി വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. ഏറ്റവും സെൻസേഷണലായ വാർത്തകൾ മാത്രം ജനങ്ങൾക്ക് കൊടുക്കുക എന്ന കർത്തവ്യമാണ് ഇപ്പോൾ മിക്ക മാധ്യമങ്ങളും ചെയ്യുന്നത്. അതേസമയം ആകാശവാണി അന്നും ഇന്നും വ്യത്യസ്തമാണ്. ജനങ്ങൾക്ക് പ്രയോജനപ്രദമായ കാര്യങ്ങൾ എല്ലായ്പ്പോഴും അവർക്ക് കൊടുക്കാൻ ആകാശവാണി ശ്രമിക്കാറുണ്ട്, വാർത്തകളിലൂടെ ശ്രമിക്കാറുണ്ട്. അത് മത്സ്യത്തൊഴിലാളികളാണെങ്കിലും ട്രെയിൻ യാത്രക്കാരാണെങ്കിലും ഗവൺമെൻറ് ജീവനക്കാരാണെങ്കിലും വിദ്യാർത്ഥികളായാലും എല്ലാവർക്കും അവർക്ക് പ്രയോജനപ്രദമായ കാര്യങ്ങളാണ് ആകാശവാണിയിലൂടെ വാർത്തകൾ ഞങ്ങൾ കൊടുക്കാറുള്ളത്. അടുത്തതായി ലളിതഗാനങ്ങൾ കേൾക്കാം. ഉള്ളൂർ രാമകൃഷ്ണൻ രചിച്ച് KPN പിള്ള സംഗീതം നൽകിയ ഗാനം ശ്രീമതി സിബല്ല സദാനന്ദൻ പാടുന്നു. കൺമണി രാധതൻ കരളിൽ കുളിരാകും കണ്ണനെ കാണുവാൻ ഞാൻ കൊതിപ്പൂ. കാർവർണ്ണനെ കാണുവാൻ ഞാൻ കൊതിപ്പൂ. ആദ്യമായിട്ട് റേഡിയോയിലൂടെ നമ്മുടെ പേര് അനൗൺസ് ചെയ്തു വരുന്നത് തന്നെ അങ്ങനെയാണ്, ലളിതഗാനത്തിലൂടെ. ആ പാട്ടുകൾ ഇന്നും മനസ്സിൽ ഇങ്ങനെ കൊണ്ടു നടക്കുകയാണ്. കാരണം അത് വേദിയിൽ പാടാനോ അല്ലെങ്കിൽ അതൊന്നും ജനങ്ങൾക്ക് താല്പര്യമില്ലാത്തൊരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തി വന്നിരിക്കുകയാണ്. രാഘവൻ മാസ്റ്റർ അവിടെ പ്രവർത്തിച്ചു വരുന്ന കാലഘട്ടങ്ങളിൽ പിന്നണി ഗായകരായ ഒരുപാട് ഗായകരെ എനിക്ക് നേരിട്ട് കാണുവാനും പരിചയപ്പെടുവാനും അവരോടൊക്കെ അവരോടൊപ്പം പങ്കെടുക്കുവാനൊക്കെ എനിക്ക് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ പുണ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നത്. രാഘവൻ മാസ്റ്റർ ഉള്ള കാലത്താണ് ദക്ഷിണമൂർത്തി സ്വാമികൾ, ചിദംബരൻ മാഷ്, MK അർജുനൻ മാഷ്, ദേവരാജൻ മാഷ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് സംഗീത സംവിധായകരൊക്കെ ഓൾ ഇന്ത്യ റേഡിയോയിൽ പങ്കെടുത്തിരുന്നത്. അതുകൊണ്ട് MK അർജുനൻ മാസ്റ്ററൊക്കെ പാട്ട് പാടുകയാണെങ്കിൽ അദ്ദേഹം സംഗീതം ചെയ്തപ്പോൾ ഡയറക്റ്റായിട്ടാണ് നമ്മൾ പാടുന്നത് ആകാശവാണിയിൽ. നേരിട്ട് ചെന്ന് ഇൻസ്ട്രുമെൻസും പാട്ടുകാരും ഒക്കെ ഒന്നിച്ച് ഇരുന്ന് അത് നമ്മളെ പഠിപ്പിച്ച് തന്ന് നേരിട്ട് അങ്ങോട്ട് പാടുന്ന ഒരു രീതിയായിരുന്നു. അപ്പോൾ നാടകഗാനങ്ങൾ ഇതുപോലെ തന്നെയാണ്. ഒരുപാട് നാടകഗാനങ്ങൾ ഞാൻ പാടിയിട്ടുണ്ട്. ലളിതഗാനങ്ങളിലും എനിക്ക് ഇതുപോലെ പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുക. പിന്നെ ഈ ലളിതഗാനങ്ങളൊക്കെ കുട്ടികൾക്ക് പകർന്നു കൊടുക്കുക. ജീവിതയാത്ര നാടകരചന ശ്രീ വിജയൻ കാരന്തൂർ. പറയാനാകൂലേനി. പിന്നെ എന്താണ് പുരോഗൊല്ലം കഴിയുന്തോറും ഇങ്ങനെ ഉണ്ടാവും. അല്ല, പടച്ചോൻ തരുന്നതല്ലേ. ഇപ്പൊ എന്നിട്ട് നമ്മളെ തുടിക്കണില്ല. മൂപ്പന്റെ മനസ്സിൽ വേറെ എന്തോ കേട്ടില്ലേ? ഇതാണ് ഇവിടെ മാതിരി ഒരു നിലയം നിലനിൽക്കേണ്ടത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങളെ നാടകത്തിലെ പാനൽ ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം, നാടക കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം ഇതൊരാവശ്യമാണ്. പണ്ടൊക്കെ ഒരു കൊല്ലത്തിൽ 5-6 പ്രാവശ്യം നാടക റെക്കോർഡിങ്ങിന് കോഴിക്കോട് ആകാശവാണിയിൽ വരുമായിരുന്നു. ഇപ്പോഴത് 2 കൊല്ലം കൂടുമ്പോൾ ഒരു പ്രാവശ്യം എന്നൊക്കെയുള്ള രീതിയിൽ അത് തന്നെ ഇവിടെയുള്ള ചില ജീവനക്കാർ ഇനീഷ്യേറ്റീവ് എടുത്തിട്ടാണ് അതിന് വേണ്ട ഫണ്ടൊക്കെ വേറെ രീതിയിൽ വകതിരിച്ചൊക്കെ ചിലവഴിക്കുന്നത് കൊണ്ട് നാടകം എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് കേൾക്കാൻ കഴിയുന്നു. ഇത് വല്ലാത്തൊരു ദുരവസ്ഥയാണ്. നമ്മൾ ഒരു ശബ്ദ പരിശോധനയ്ക്ക് വരുമ്പോൾ ഒരു പുരുഷൻ്റെ കൂടെ ഒരു സ്ത്രീ ശബ്ദം നിർത്തും. സ്ത്രീ ആണെങ്കിൽ അവരോട് കൂടെ ഒരു പുരുഷ ശബ്ദവും നിർത്തും. അപ്പോൾ അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പം എനിക്കത് ഓർക്കുമ്പോൾ ഒക്കെ വല്ലാതൊരു അഭിമാനവും സന്തോഷമൊക്കെ തോന്നുകയാണ്. KA കൊടുങ്ങല്ലൂർ എന്ന് പറഞ്ഞ ആളായിരുന്നു എൻ്റെ കൂടെ പുരുഷ ശബ്ദം നൽകിയിരുന്നത്. അന്ന് എനിക്കറിയില്ലായിരുന്നു. വർഷങ്ങൾക്ക് ശേഷമാണ് ഞാനത് മനസ്സിലാക്കിയത്.
പിന്നീട് ഒരുപാട് നാടകങ്ങളിൽ ഒരുപാട് അന്നൊന്നും ഇതേപോലെയല്ലേ, ഇപ്പം നാടകങ്ങളില്ല, റേഡിയോ നാടകങ്ങളില്ല. എ ഗ്രേഡൊക്കെ അതിന് ശേഷം എപ്പോഴും പ്രോഗ്രാമായിരുന്നു. അന്നൊക്കെ ഒരു മാസത്തിൽ തന്നെ 1 or 2 റെക്കോർഡിംഗ് ഉണ്ടാവുമായിരുന്നു. യുവവാണി, ഫാമിലി പ്ലാനിങ്, ദ്വീപുകാർക്ക് വേണ്ടി, വയലും വീടും, ഇതിലൊക്കെ നാടകങ്ങൾ ഉണ്ടാവുമായിരുന്നു. വല്ലാത്തൊരു കാലഘട്ടമായിരുന്നു. ഈ ആകാശവാണി എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ LC സുകുമാരൻ എന്ന് പറഞ്ഞ ഒരാൾ പറയുമ്പോൾ ആകാശവാണി എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ തറവാട്ടിൽ പോകുന്ന ഒരു വികാരമാണ്. ആകാശവാണി നാടകങ്ങൾ അഭിനയിക്കുക എന്നത് അന്ന് ഒരു നടനെ സംബന്ധിച്ചോളം ഇന്ന് സിനിമാ ലോകത്ത് കിട്ടുന്ന ഏകദേശം അതേ അനുഭൂതിയായിരുന്നു. അതിൻ്റെ തെളിവ് എന്താണെന്ന് പറഞ്ഞാൽ, അന്ന് ആകാശവാണി ഓഡിഷൻ കഴിഞ്ഞ സംഗീത വിഭാഗത്തിലെയും കഥാപ്രസംഗത്തിലെയൊക്കെ ആളുകൾ അവരുടെ നോട്ടീസിൽ പേര് ബ്രാക്കറ്റിൽ AIR ഫെയിം എന്ന് വയ്ക്കും. നാടകക്കാരൻ അങ്ങനെ വെക്കാൻ പറ്റില്ലല്ലോ. നാടകക്കാരൻ സംഘമല്ലേ, ഒരു നാടക സംഘം അവതരിപ്പിക്കുന്നു. അപ്പോൾ അവിടെ AIR ഫെയിം ഇല്ല. അതുകൊണ്ട് വയ്ക്കുന്നില്ലെങ്കിൽ പോലും നമ്മൾ എവിടെ നാടകം കളിക്കാൻ പോയാലും ആ ശബ്ദം കൊണ്ട് ജനം തിരിച്ചറിയുന്ന ഒരവസ്ഥ വരും. അൽഹംദുലില്ലാഹ്, നമ്മൾ പൊള്ളു പറയാണ്. എപ്പോഴും ഉണ്ടായിട്ടല്ല രാമൻ നായരെ, നിങ്ങളിത് കേൾക്കണം. നമ്മൾ എന്ത് പറഞ്ഞാലും ഓള് മൂക്കും ഇങ്ങോട്ട് ചീഞ്ഞിട്ട് കണ്ണീരിങ്ങോട്ട് ഒലിപ്പിച്ചിട്ട് ഓള് തലയിൽ ഇറങ്ങി രാവിലെ മുതൽ റേഡിയോ വെക്കും. അപ്പോൾ ഒരു സൈഡിൽ പഠിക്കാനൊക്കെ ഉണ്ടാവും. പക്ഷേ ഒരു 8 മണി മുതൽ 9 മണി വരെയുള്ള സമയത്ത് ബിനാക്ക ഗീത് മാല എന്ന് പറഞ്ഞ അമീൻ സാറിൻ്റെ ഒരു പരിപാടി ഉണ്ടായി. അത് റെഗുലറായിട്ട് ഇവരൊക്കെ കേൾക്കുകയാണ്. എൻ്റെ സിസ്റ്റർ ഒരു ട്രാൻസിസ്റ്റർ ഉണ്ടാകുന്നില്ല. അപ്പോൾ അത് കംപ്ലീറ്റ് എൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാകും. ഞാൻ ഉറങ്ങാൻ കിടക്കുന്നേരം ഈ ട്രാൻസിസ്റ്ററും കൊണ്ടുപോയി രാത്രി എത്ര മണി വരെയാണെന്നൊന്നും എനിക്കിപ്പോൾ ഓർമ്മയില്ല. കോഴിക്കോട് റിപ്പോർട്ടർ TV നിലയത്തിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് സുബൈർ ഫൈസി ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്.